ഇൻസ്റ്റന്റ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ചോറ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു പ്രധാന ഐറ്റമായിട്ട് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? കപ്പ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു മലയാളിയുടെ തനതായ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ കപ്പയെയും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്നാൽ കപ്പ എന്ന് പറയുന്നത് വരുത്തനാണ്. പക്ഷേ മലയാളി അതിനെ മനസ്സോട് ചേർത്ത് വെച്ച് കഴിഞ്ഞു. കാര്യം എവിടെ ചെന്നാലും നമ്മൾ എന്താ പറയുക, നാടൻ വിഭവങ്ങൾ കിട്ടുന്ന കടയിൽ ചെന്നാൽ കപ്പ ഒരു പ്രധാന കാര്യമാണ്. പിന്നെ വീടുകളിലാണെങ്കിലും നമ്മളൊരു നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ കപ്പ വെച്ചിട്ടാണ് ഒരു പ്രധാന ഐറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കപ്പ കൊണ്ട് ഇപ്പോൾ ബിരിയാണി വരെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്, കപ്പയും മീനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ തന്നെ കപ്പയും ഇറച്ചിയൊക്കെ ചേർത്തിട്ട് വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് മാജിക് അവനിലൂടെ. ഇന്നും നമ്മൾ കപ്പ കൊണ്ടൊരു ചെറിയൊരു ഐറ്റം ചെയ്യാൻ പോവാണ്. ഇത് കപ്പയും മീനും ചേർത്തൊരു കറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മത്തിക്കറിയാണ്. പക്ഷേ അതിനോടൊപ്പം കപ്പയും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുന്നു. അപ്പം മത്തിക്കപ്പക്കറി എന്ന് നമുക്കതിനെ പേരിടാം. അപ്പോൾ നമ്മളുടെ മത്തിക്കപ്പക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി വേകുന്ന കപ്പ 1/2 കിലോ നീളത്തിൽ അരിഞ്ഞത്. മത്തി വലുതാണെങ്കിൽ 15 എണ്ണം, ചെറുതാണെങ്കിൽ 25 എണ്ണം വരെ ചേർക്കാം. വെളിച്ചെണ്ണ 1/4 കപ്പ്, ഉലുവ 1/4 ടീസ്പൂൺ, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം രണ്ടായി പിളർന്നത്, ചെറിയ ഉള്ളി 6 or 7 നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുടംപുളി 3 വലിയ കഷ്ണം വെള്ളത്തിൽ കുതിർത്തത്, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അങ്ങനെ നമ്മളുടെ മത്തി കപ്പക്കറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യമേ തന്നെ നമ്മൾക്ക് കപ്പ ഒരു പകുതി വേഗിൽ വേവിച്ച് ഊറ്റി മാറ്റണം. അതിനാവശ്യമുള്ള വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കും. 1/2 കിലോ കപ്പ. സാധാരണ നമ്മൾ കപ്പ എന്താ പറയുക, ഒന്നുകിൽ നമ്മൾ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ കൊത്തി ഇട്ടിട്ട് മഞ്ഞളൊക്കെ ചേർത്തിട്ട് വിരകിയെടുക്കും, അതല്ലെങ്കിൽ ചീകി എടുത്തിട്ട് വേവിക്കും. ഇങ്ങനെ പല രീതിയിലാണ് ചെയ്യുന്നത്. ചിപ്സിനൊക്കെ ചില ചിപ്സ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ചിപ്സ് പോലെയൊക്കെ അരിയുക. പക്ഷേ അത്ര ഖനം കുറച്ചല്ല, കുറച്ച് ഖനമുള്ള നമ്മൾ അവിയലിൻ്റെയൊക്കെ കഷ്ണം അരിയുന്ന പോലെ, അവിയലിന് ഏത്തക്ക, ചേന ഒക്കെ അരിയില്ലേ, അതുപോലത്തെ പീസസ് ആയിട്ട് കപ്പ 1/2 കിലോ കപ്പ, നല്ല വേകുന്ന കപ്പ ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പയുടെ കഷ്ണങ്ങൾ 1/2 കിലോ കപ്പ വരെ റെഡിയാക്കി വയ്ക്കുക. ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. പകുതി വേഗിൽ വേവിക്കും. ഇനി ഈ കപ്പ പകുതി വേഗമാകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ കപ്പ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ ഈ അടുപ്പിൽ നമുക്ക് മത്തിക്കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കപ്പ വേകാനായിട്ട് നമ്മൾ ഒരടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞു. മുഴുവൻ വേകാനല്ല, പകുതി വേകാൻ. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മളൊരു മീൻ ചട്ടി വയ്ക്കുക. ഇനി നമ്മളൊരു നാടൻ മത്തിക്കറി തയ്യാറാക്കാൻ പോവാണ്. ചട്ടി നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒരു 1/4 കപ്പോളം ഒഴിക്കും. പിന്നെ വെളിച്ചെണ്ണയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാലും ഏകദേശം ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. 2-3 ടേബിൾ സ്പൂൺ ആയാലും മതി. 2 ടേബിൾ സ്പൂണിൽ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കപ്പയെ നമ്മൾ മറന്നു പോകരുത്, ഇടയ്ക്കൊന്ന് നോക്കണം. ഒരു 1/2 പാകം വെന്താൽ മതി. വേണമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, അത് എടുക്കുന്നതിന് മുന്നേ. ഇപ്പോൾ കപ്പയുടെ വേഗം എന്ന് പറയുന്നത് നല്ല വേഗുന്ന കപ്പയായിരിക്കണം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, കയ്പ്പ് അങ്ങനെ എന്തെങ്കിലും കൂടുതൽ കട്ടുള്ള കപ്പയാണെങ്കിൽ 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആ കയ്പ്പ് ഉണ്ടാകും. നമ്മുടെ ഉലുവ മൂത്ത് തുടങ്ങി. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ഇഞ്ചി ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞതാണ്, പക്ഷെ ചതച്ച് ചേർത്താലും മതിയാണ്. ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞത് 5, 6, 7 ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ 2 പച്ചമുളക് 2ആയി പിളർന്നത്,
വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇഞ്ചിയും ചെറിയ ഉള്ളി എല്ലാം ഇങ്ങനെ മൂക്കുന്ന മണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മണമാണ്. അപ്പോൾ അതാണിങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചുണ്ടാക്കുമ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാണ്ട് കഴിക്കാൻ തോന്നും. അത്ര സ്വാദാണ്. ഈ മണം കൊണ്ട് തന്നെ നമ്മളെ സ്വാദ് അറിയിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലൊരു വിഭവമാണ് നമ്മളുടെ മത്തിക്കറി. നമ്മളുടെ ചേരുവകളെല്ലാം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തീ ഒരല്പം കുറയ്ക്കാം. ഇനി ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. തീ ഞാൻ കുറച്ച് കഴിഞ്ഞു. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. അതേ അളവ് തന്നെ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്, 2 ടേബിൾ സ്പൂൺ. ഇനി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും എല്ലാം പച്ചച്ചുവ മാറണം. നമ്മുടെ കപ്പ ഏതാണ്ട് പകുതി വേഗമായി കഴിഞ്ഞ് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഊറ്റാൻ സമയമാകുന്ന ഒരു 2 മിനിറ്റ് സമയം ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ്സും കൂടി തിളക്കട്ടെ. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം മൂത്ത് തുടങ്ങി. കാര്യം എനിക്ക് ചുമ വരുന്നുണ്ട്. അതാണൊരു പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇതിലേക്ക് വെള്ളം, 2 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. ആദ്യം ഒരല്പം വെള്ളം ഒഴിക്കാം. ഒരു കുഴമ്പ് പാകം പോലെ ആദ്യം ആക്കാം. എന്നിട്ട് ഒന്ന് തിളക്കട്ടെ. എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റും. എണ്ണ തെളിയുന്നവരെ അടുപ്പിൽ ചെറിയ തീയിൽ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കപ്പ ഊറ്റിയെടുക്കാം. പകുതി വേഗിലാണ് ഞാൻ ഈ കപ്പ ഊറ്റിയെടുക്കുന്നത്. ഒരു സൈഡിലിരിക്കട്ടെ. തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അരപ്പെല്ലാം പാകത്തിന് മൂത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങി. അപ്പം എന്താ ചെയ്തത്, ഞാൻ ആദ്യം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. കാര്യം ഒരു ഡ്രൈ ഫ്രൈ പോലെ തോന്നും ശരിക്കും. ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓളം വെള്ളം ഒഴിച്ചു. നമ്മൾ 1.5 കപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടുവന്നാൽ നോക്കൂ, എണ്ണയെല്ലാം തെളിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന വരെ. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം, നമ്മൾ 2 കപ്പ് വെള്ളത്തിൽ നിന്നും ഇതൊരു കുഴമ്പ് പാകമാകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ബാക്കിയിരിക്കുന്ന വെള്ളം, എണ്ണ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തു. അതിലൊരു ഏകദേശം 1/4 കപ്പോളം വെള്ളം ആദ്യം ഒഴിച്ച് വറ്റിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി ബാക്കി ഒരു 1/4 കപ്പല്ലേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1 കപ്പോളം വെള്ളം. നല്ല ലൂസ് ഗ്രേവിയായി, ചാറ് ഒരുപാട് നെടുകിയ രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു പ്രധാന കാര്യമാണ് കുടംപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഞാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞു. 3 വലിയ പീസ്, അതും ഇതിനകത്തേക്ക്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലൊക്കെ ഇനി നമുക്ക് ആവശ്യാനുസരണം വീണ്ടും ചേർക്കാം. ഒരു തുടക്കത്തിന് 2 തണ്ട് ഇരിക്കട്ടെ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മത്തിയുടെ കഷ്ണങ്ങൾ ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ മത്തിക്കറി റെഡി ആകണം. അതിൻ്റെ ഒരു പകുതി സ്റ്റേജ് ആകുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഗ്രേവി, ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ചെറിയ മത്തിയാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്. നമുക്ക് തൽക്കാലം ഈ ചെറിയ മത്തി കൊണ്ട് തൃപ്തിപ്പെടാം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വലിയ മുഴുത്ത മത്തിയിൽ തന്നെ ചെയ്തോളൂ. തൊലി കളയേണ്ട ആവശ്യവുമില്ല. നന്നായിട്ടൊന്ന് ചുരണ്ടി കഴുകിയാൽ മാത്രം മതി. ഉരച്ച് കഴുകുക. നമ്മൾ സ്പേസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കണ്ടില്ലേ, എല്ലാവരും തല വെളിയിലിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത്രയും കഴിഞ്ഞാൽ ചട്ടി ഒന്നിങ്ങനെ ചെറുതായിട്ട് അനക്കി കൊടുത്താൽ മാത്രം മതി.
ഇനി പാത്രം ഒന്ന് അടച്ച് ഒരു നല്ല തിള വന്നല്ലോ, ഇനി ഒരു ഇടത്തരം തീയിലിട്ടിട്ട് മത്തി ഒന്ന് വേവിക്കുക. ഒരു പകുതിയാകുമ്പോൾ, അതായത് ഈ അരപ്പ് വറ്റിപ്പോകരുത്, ഏകദേശം ഒന്ന് മത്തിയെല്ലാം വെന്ത് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് തുടങ്ങും. അപ്പോൾ ഇനിയൊരു നീണ്ട കാത്തിരിപ്പാണ്, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പം നമ്മളുടെ മീനെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, നിറച്ച് ചാറുണ്ട്. പക്ഷേ ഈ ചാറ് നമുക്ക് വേണം. ഇതിലേക്കാണ് നമ്മൾ പകുതി വേഗിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർക്കാൻ. നമ്മൾ മുരിങ്ങയ്ക്ക് ഇടുന്ന പോലെ കപ്പ ഇടുക, പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഈ മീനിൻ്റെ ചാറിനോടൊപ്പം കിടന്ന ആ മീനിൻ്റെ സത്തെല്ലാം ഇങ്ങനെ വലിച്ച് നമ്മളുടെ കപ്പ റെഡിയായി വരും. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വെന്ത ചാറൊക്കെ വറ്റി ഏകദേശം ഒരു കുഴമ്പ് പാകം ആകണം. വെന്ത് ഒരുപാട് കുഴയേണ്ട ആവശ്യമില്ല. കപ്പ ഇങ്ങനെ കൊള്ളി മാതിരി ഇങ്ങനെ നീളത്തിന് തന്നെ കിടക്കും. ഇച്ചിരി ഒന്ന് വേഗട്ടെ. കപ്പ പകുതി വേഗലായിട്ടുള്ളൂ, അപ്പോൾ ബാക്കി വേഗണം. പിന്നെ ഈ ചാറിൻ്റെ സ്വാദൊക്കെ ഈ കപ്പയിലേക്ക് പിടിക്കണം. മീനിൻ്റെ മത്തിയല്ലേ, നല്ലൊരു ഫ്ലേവർ, നല്ല അതിൻ്റെ രുചി ഇറങ്ങുന്നൊരു മീനാണ്. ആ ചാറിൽ തന്നെ നല്ല രുചിയാണ്. അത് കപ്പയിൽ ചേർന്നാൽ എങ്ങനെ ഇരിക്കും. വേഗട്ടെ. ഇപ്പം ഏകദേശം നമ്മളുടെ മത്തി കപ്പക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചാറെല്ലാം ഏതാണ്ട് വറ്റിയൊരു കുഴമ്പ് പാകമായിട്ടുണ്ട്. കണ്ടല്ലോ, ഒരല്പം ചാറ്. ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചട്ടിയിലിരുന്ന് ഒരു അല്പം കൂടി വറ്റും, അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേറൊരു അലങ്കാരമോ അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന ഒന്നും അത്ര നല്ലതല്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വിളമ്പുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല ഈ ചട്ടിയിലിരിക്കുന്ന ആ സമയം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം രുചി കൂടുകയുള്ളൂ. ഒരു പക്ഷേ നമ്മൾ രാത്രി ഇത് തയ്യാറാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലത്തേക്കായിരിക്കും ഏറ്റവും സ്വാദ്. കാര്യം നന്നായിട്ട് അതിൻ്റെ ചാറ്, മത്തി എന്താ പറയുക, മത്തിക്കറിയുടെ ഒരു മണവും രുചിയും മത്തിച്ചാറിൻ്റെ ആ സ്വാദൊക്കെ ഇറങ്ങിയ കപ്പ, അതിൻ്റെ കൂടെ ഒരല്പം പഴങ്കഞ്ഞി കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ. ഭയങ്കര സ്വാദായിരിക്കും. എന്തായാലും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അലങ്കാരം ഇല്ലെങ്കിലും ഏറ്റവും മുകളിലായിട്ട് ഒരു കറിവേപ്പില ഫ്രഷ് ഇട്ട് അലങ്കരിക്കാം. ഇതേപോലെ തന്നെ തീന്മേശപ്പുറത്ത് കൊണ്ട് വിളമ്പും. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ടോ, തീയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിക്കൊരു ചൂടുണ്ടാവും. ആ ചൂടിലിരുന്ന് വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് വറ്റും. കപ്പയും മത്തി എല്ലാം കൂടി ചേർത്തിട്ട് ഈ രീതിയിലൊക്കെ ഒരു കുഴമ്പ് പാകത്തിൽ തയ്യാറാക്കിയാൽ കപ്പ കഴിക്കുന്നതിന് ഒരു സ്വാദുണ്ടാവും, ഈ മത്തി കഴിക്കുന്നതിനും ഒരു സ്വാദുണ്ടാവും. ഇത് രണ്ടും പരസ്പരം പൂരിതങ്ങളാണ്, അതായത് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. നല്ല ചേർച്ചയാണ് കപ്പയും മത്തിയും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.